ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ സിനിമാ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടൊവിനോ തോമസിനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ജിതിൻ രാജ് അണിയിച്ചൊരുക്കിയ ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമ. ചിത്രം വിജയകരമായിട്ടുള്ള ആദ്യ ആഴ്ച പിന്നിടുമ്പോൾ റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ചിത്രത്തിന്റെ 7ാം ദിനമായി ഇന്നലത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട്, അതോടൊപ്പം ചിത്രത്തിന്റെ 7 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുമാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ടൊവിനോ തോമസ്, കൃതി ഷെട്ടി, ഐശ്വര്യ രാജേഷ്, സുരഭി ലക്ഷ്മി, ബേസിൽ ജോസഫ്, ഹാരിഷ് ഉത്തമൻ തുടങ്ങിയവരെയൊക്കെ കേന്ദ്ര കഥാപാത്രമാക്കി ജിതിൻ രാജ് അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു അജയന്റെ രണ്ടാം മോഷണം എന്ന് പറഞ്ഞ സിനിമ. പൂർണ്ണമായിട്ട് 3D അണിയിച്ചൊരുക്കിയ ചിത്രം മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ജസ്റ്റിൻ സ്റ്റീഫനായിരുന്നു അണിയിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ചിത്രത്തിന്റെ വ്യാജ HD പതിപ്പ് ലീക്കായിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന്റെ ലീക്കായ പതിപ്പ് ചിത്രത്തിന്റെ പ്രൊഡ്യൂസറായ ജസ്റ്റിൻ സ്റ്റീഫൻ തന്നെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഈ ഒരു സാഹചര്യത്തിലും ചിത്രം റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രം 18ാം ദിവസമായ ബുധനാഴ്ച ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് 2,94,00,000 രൂപയാണ്. അതായത് 7ാം ദിനം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നല്ലൊരു തുക കളക്ട് ചെയ്തിട്ടുണ്ട്. ചിത്രത്തിന്റെ 7 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം 50 കോടി രൂപ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് പിന്നിട്ടെന്ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് 7 ദിവസം കൊണ്ട് 26,20,00,000 രൂപയും, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നായിട്ട് 3,80,00,000 രൂപയും, അതോടൊപ്പം തന്നെ ഓവർസീസിൽ നിന്നായിട്ട് ചിത്രം 20 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയാൻ സാധിച്ചിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ ചിത്രം 50 കോടി രൂപ ഇപ്പോഴത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന ആദ്യ ആഴ്ച പിന്നിടുമ്പോൾ എന്തൊക്കെയാണ് റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ടൊവിനോ തോമസ് ചിത്രം ഈ ദിവസങ്ങളെല്ലാം തന്നെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് കാത്തിരുന്നതിന് കാരണം ചിത്രം വരും ദിവസങ്ങൾ ഇതേ വിജയം നിലനിർത്തി വലിയൊരു വൻ വിജയമായിട്ട് 100 കോടി ക്ലബിൽ ഇടം നേടുമെന്നൊക്കെ. അപ്പോൾ അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന ടൊവിനോ തോമസ് ചിത്രം നിങ്ങൾ തിയേറ്ററിനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചിത്രത്തിന്റെ വരും ദിവസങ്ങളിൽ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ ആകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.